മനസ്സിലാകുന്നുണ്ടോ? ചെറിയ തളർച്ചയെ നിങ്ങൾക്കിപ്പോഴുള്ളൂ, വലിയ തളർച്ചയില്ല. നിങ്ങൾ ആ തളർച്ചയെ എന്തുകൊണ്ടാണ് ഇനി മറികടക്കാൻ പോകുന്നത്? ബി കലാമില്ല, അള്ളാഹിൻ്റെ കലാമ് കൊണ്ട്. അള്ളാഹുവിൻ്റെ കലാമിലെ വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനാൽ സഹായിക്കപ്പെടുന്ന ഒരു വാക്കാണേത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തെ ചോദിക്കുന്നു. ഏത് കാര്യത്തിലാണ് സഹായം വേണ്ടത്? അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം. ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് സഹായം വേണ്ടത്? അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നൊരു ചോദ്യം വരികയാണ്. സഹായം നിങ്ങളിപ്പം വന്നിട്ട് എന്നോട് പറയുന്നത് നിങ്ങളൊന്ന് എന്നെ സഹായിക്കണം. ആയിക്കോട്ടെ, ഞാൻ എന്താ സഹായിക്കേണ്ടത്? ചോദ്യം ഉണ്ടാവില്ലേ? അല്ല, ഞാൻ എന്താ സഹായിക്കേണ്ടത്? ഒന്നുമില്ല, എനിക്ക് അപ്പുറം ഒരാളെ വരെ പോകണോ, അപ്പം എനിക്ക് വഴി അറിയില്ലെങ്കിൽ നാടൻ വരെ വരണം. ഈ നാട്ടുകാരനാണല്ലോ, ഒന്ന് അതുവരെ വരണം എന്ന് പറഞ്ഞാൽ സഹായം ചോദിക്കലല്ലേ? അപ്പം ഏത് സഹായമാണ്? അല്ല, ഒന്നുമില്ല, ഞാൻ കുറേ നേരം നടക്കില്ല, ലേശം വെള്ളം വേണമായിരുന്നു. സഹായം ചോദിക്കലല്ലേ? ഈ സഹായം ചോദിക്കപ്പെടുമ്പോൾ, നിങ്ങൾ എന്നോട് സഹായം ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ സഹായം വേണ്ടത്? എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത്? അപ്പോൾ സൂക്കേട് മാറാൻ വേണ്ടി ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, നിങ്ങളുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മാക്കാണ് രോഗം, നിങ്ങളുടെ ഉപ്പാക്കാണ് രോഗം, നിങ്ങൾ ഫാത്തിഹ ഓതിയിട്ട് മൂപ്പറ ശരീരത്തിൽ തൊടുക, നിങ്ങളെ കുട്ടിക്കാ രോഗം, നിങ്ങളിങ്ങനെ ഫാത്തിഹ ഓതിയിട്ട് കുട്ടിൻ്റെ ശരീരം തടവുമ്പം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തെ ചോദിക്കുന്നു. എന്ത് സഹായമാണ് ചോദിക്കുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ കഴിയണം, ഏറ്റവും നേരായ മാർഗത്തിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ കഴിയണം എന്ന് വെച്ചാൽ എൻ്റെ ശരീരം ഏറ്റവും ശരിയായ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ശരീരം ഏറ്റവും നേരായ, ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിം ഈ ശരീരമാണ് മുസ്ലിം. അന മിനൽ മുസ്ലിമീൻ, ഈ ശരീരമാണ് മുസ്ലിം. കൈയും കാലും കണ്ണും മൂക്കും ചെവിയെല്ലാം മുസ്ലിമാണ്, അനുസരണ ഉള്ളതാണ്, വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് തരുന്നതാണ്. മനസ്സിലായില്ലേ? വമ അനമിനൽ മുശ്രിക്കീൻ, ഞാൻ അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ആരാധനക്ക് അർഹനുണ്ട് എന്ന് വിശ്വസിക്കുന്നവനല്ല. അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ ഞാൻ എന്താക്കുന്നില്ല, ആരാധിക്കുന്നില്ല. വമ അനമിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളല്ല, ഞാൻ മുസ്ലിമാണ്. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഈ ശരീരത്തെ നിനക്ക് മാത്രം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയ്യാക നസ്തഈൻ, നീ എന്നെ സഹായിക്കണം എൻ്റെ രോഗം ശിഫയാവുന്ന കാര്യത്തിൽ. നീ സഹായിക്കണം എൻ്റെ രോഗം ശിഫയാവുന്ന കാര്യത്തിൽ. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ, സർവ്വരോഗത്തിനും ഫാത്തിഹയിൽ ശമനമുണ്ട്. ഫാത്തിഹ ഓതുന്നതും ഫാത്തിഹ കേൾക്കുന്നതും ഫാത്തിഹ പഠിക്കുന്നതും ഫാത്തിഹയിൽ ചിന്തിക്കുന്നതും രോഗശമനമാണ്. ഫാത്തിഹ ഇങ്ങനെ ഓതിയിട്ട് ചിന്തിക്കുക. ഇപ്പൊ പത്രത്തിലൊരു വാർത്ത വായിച്ചു, റേഷൻ അരിക്ക് വില കൂടുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കണം, റേഷൻ അരിക്ക് ഇപ്പൊ വില കൂട്ടി എന്താക്കൂ? ചിന്തയാണിത്. ആളെല്ലാം ഇപ്പൊ വാങ്ങാൻ പോവും. അടുത്ത ചിന്ത റേഷൻ പീടികന്ന് അടുത്ത ആഴ്ച മുതൽ ബിരിയാണി വിതരണം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ചിന്ത വരുന്നത്, അപ്പൊ അവിടെ നിന്നായിരിക്കും അത് എങ്ങനെയായിരിക്കും വെക്കുക? ചിന്ത വന്നൂടെ? റേഷൻ കടയിൽ നിന്ന് ബിരിയാണി വിതരണം, പത്രത്തിൽ വാർത്ത. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയ റേഷൻ കടയിലും കൂടി ഹോട്ടലാകാൻ പോയി, എന്നാൽ കുറച്ച് എളുപ്പമായി കേട്ടാ, എന്നാൽ പിന്നെ വാങ്ങിയിട്ട് വെക്കാൻ ഇനി ഗ്യാസിൻ്റെയും മറ്റേൻ്റെയും മണ്ണെണ്ണൻ്റെയും പൈസ പോകില്ലല്ല. ചിന്ത എന്ന് പറയാം, ചിന്ത. ഈ ചിന്ത ഇല്ലാത്തതാണ് നമ്മളെ ശരീരം തളർന്നു പോയത്. ഖുർആൻ ചോദിച്ചു, അഫലാ തഅഖിലൂൻ, നിങ്ങളെന്താ ചിന്തിക്കാത്തത്? നിങ്ങൾ ചിന്തിക്കി. അപ്പൊ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് കടുപ്പത്തിൽ പറയലോടുകൂടി നമ്മുടെ രോഗത്തിന്റെ ശക്തി കുറഞ്ഞ് ഇല്ലാണ്ടാവും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഏറ്റവും നേരായ വഴിയിലൂടെ. സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സാലിഹീന. നമ്മൾ അങ്ങനല്ലേ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം,
ആരെ അള്ളാഹു അനുഗ്രഹിച്ചത്? മിനൻ നബിയീന, നബിമാരെ അനുഗ്രഹിച്ചു. നബിമാരുടെ പ്രത്യേകത എന്താ? നബിമാരുടെ പ്രത്യേകത അവരുടെ ശരീരത്തിന് അപാരമായ ശക്തി ഉണ്ടായിരുന്നു. എല്ലാ നബിമാരും അവർ ജീവിച്ച കാലഘട്ടത്തിൽ ഏറ്റവും ശക്തന്മാരായിരുന്നു. ഇരുമ്പെല്ലാം വളക്കാൻ കഴിയുന്ന നബിയെല്ലാം ഉണ്ടായി. നമ്മളിപ്പോൾ മെഷീൻ വെച്ചിട്ടല്ല വളക്കുന്നത്. എല്ലാ നബിമാരും, മൂസാ നബിന് ഒരു അടി കിട്ടിയപ്പോൾ തന്നെ മറ്റോ മരിച്ചു പോയി. ഒരു കിബിത്തി ഭയങ്കര സംഭവം ഉണ്ടായില്ല. മൂസാ നബി എൻ്റെ നാട് വിട്ടിട്ടല്ലേ മദിയനിൽ ഷുഐബ് നബിൻ്റെ അടുത്ത് എത്തിയത്. മൂസാ നബി റോട്ടുമറ്റേ നടക്കുമ്പോൾ രണ്ടാള് ഭയങ്കര ഒച്ചപ്പാടും ഇതാക്കുന്നു. ഒന്ന് മറ്റേത് പാവാന്ന്. അതിന് ഇവനെന്താക്കാണ് വല്ലാണ്ട് ദ്രോഹിക്കുന്നുണ്ടപ്പം ഓനെ പിടിച്ചു മാറ്റാൻ വേണ്ടി ഒന്ന് പൊട്ടിച്ചാൽ കാരണം മയ്യത്തായി. അങ്ങനെ ഷുഐബ് നബിൻ്റെ അടുത്ത് പോയി. മദിയൻ എന്ന് പറഞ്ഞൊരു നാടുണ്ട്. ആടെ പോയിട്ട് ആടെന്ന് കുറേ കാലം നിന്നിന്. അങ്ങനെ മോളെ കെട്ടിച്ചു കൊടുത്താര് ഷുഐബ് നബി അലൈഹി സ്വലാം. അങ്ങനെയൊക്കെ സംഭവമുണ്ട്. എല്ലാ നബിമാരും ഭയങ്കര ശക്തിയുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിട്ട് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഒരു 10-40 ആൾ നടന്നു വരുന്ന വരിയുണ്ട് എന്ന് പറയും. അനസ് റളിയല്ലാഹു പറഞ്ഞതാ. ദൂരേന്ന് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരുമ്പം ഒരു 10-40 ആൾ വരുന്ന ഉഷാറാണ്. നമ്മൾ പറയില്ലേ ഓൻ 10 ആൾക്ക് മതി എന്ന് പറയില്ല നമ്മൾ. ഏത് ഭയ ബമ്പന്മാർ ഭയ ബമ്പന്മാർ എന്നെല്ലാം പറയുന്നില്ലേ? ഓൻ 10 ആൾക്ക് മതി ഒരുത്തൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കരുത്ത് അത്രയാണ്, കരുത്ത്. അപ്പൊ മിനൻ നബിയ്യീന, നബിമാരെ നീ അനുഗ്രഹിച്ചതുപോലെ, നബിമാർക്ക് നീ അനുഗ്രഹം ചെയ്തതുപോലെ ഞങ്ങൾക്കും നീ അനുഗ്രഹം തരണം. എന്താ അള്ളാഹിനോട് പറയുന്നത് തെറ്റൊന്നുമില്ലേ? ഞമ്മ നബിയൊന്നും അല്ലല്ലോ, അത് പറയുന്ന കുറച്ച് കടുപ്പായിപ്പോയല്ല. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയില്ല. നീ നിന്റെ നബിമാരെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെ അനുഗ്രഹിക്കണം. സുദ്ദീഖീങ്ങളെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെ അനുഗ്രഹിക്കണം. അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അനുഗ്രഹിച്ച പോലെ ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങനെ ദ്വാരക്കാം. നിങ്ങൾ അങ്ങനെ ദ്വാരക്ക് ഇന്ന് അള്ളാഹുവെ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഗ്രഹിച്ചതുപോലെ എന്നെ അനുഗ്രഹിക്ക്, അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അനുഗ്രഹിച്ചതുപോലെ എന്നെ അനുഗ്രഹിക്ക്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അനുഗ്രഹിച്ചതുപോലെ എന്നെ അനുഗ്രഹിക്ക് എന്ന് നിങ്ങൾ അള്ളാഹിനോട് ദ്വാരുന്നതുകൊണ്ട് നിങ്ങൾ ഖുർആനിൽ പറഞ്ഞ ദുആ ചെയ്തവരായി. ഇതുവരെ നമ്മളത് ദ്വാരന്നിട്ടില്ല. ഇതുവരെ നമ്മൾ അങ്ങനെ ദ്വാരന്നിട്ടില്ല. അപ്പൊ മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്വാലിഹീന, അപ്പൊ അത്തരം ആളുകളിലേക്ക് അള്ളാഹുവിന്റെ പ്രത്യേക നിഅമത്തുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ സഹായം നമ്മളിലേക്ക് വരും. അള്ളാഹുവിന്റെ സഹായം നമ്മളിലേക്ക് വരിക എന്നാൽ നമ്മളെ സൂക്കേട് മാറും, നമ്മുടെ രോഗം ഇല്ലാണ്ടാവും, നമ്മളെ പേടിയെല്ലാം പോയി, നമ്മളെ ബേജാറൊക്കെ പോയി. നമ്മൾ ഇതുവരെ വിചാരിച്ചത് അങ്ങനെ വിട്ട് പോകലൊന്നും ഉണ്ടാവില്ല, മാറലൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ വലിയ വിഷമം ഒന്നുമല്ല, എല്ലാം മാറിക്കിട്ടും, എല്ലാ അസുഖവും മാറിക്കിട്ടും ഇൻഷാ അള്ളാഹ്. എല്ലാവരുടെ അസുഖവും ശിഫയാവും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ചിന്ത നമ്മളെപ്പോഴും മനസ്സിലുണ്ടാകണം. അതിന് ഫാത്തിഹ സൂറത്ത് ഓതണം. എന്നിട്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ നീ എന്നെ വഴി നടത്തണേ എന്ന് ദ്വാരക്കണം. ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ നടന്നാൽ തന്നെ സൂക്കേട് പൊരിയും പോയി. പലപ്പോഴും നമ്മൾ വഴിതെറ്റി നടന്നുകൊണ്ടല്ല സൂക്കേട് വന്നത്. പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയപ്പോഴാണ് സൂക്കേട് വന്നതെന്ന്. അപ്പൊ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നീ എന്നെ വഴി നടത്തണേ എന്ന ചിന്ത തന്നെയും രോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. ഏറ്റവും നേരായ മാർഗത്തിലൂടെ നീ എന്നെ വഴി നടത്തണേ എന്ന ചിന്ത മതി നമ്മുടെ രോഗം പകുതി ശിഫയാവാൻ. പകുതി എന്നല്ല, ഫുള്ളും ശിഫയാവും. അപ്പൊ നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നതിനെയും ഗൗരവത്തോടെ പ്രാർത്ഥിക്കണം. എന്നിട്ട് എൻ്റെ ശരീരം നേരായ മാർഗത്തിൽ, എൻ്റെ മനസ്സ് നേരായ മാർഗത്തിൽ, എൻ്റെ ചിന്ത നേരായ മാർഗത്തിൽ, എൻ്റെ വർത്തമാനം നേരായ മാർഗത്തിൽ, എൻ്റെ എല്ലാം നേരായ മാർഗത്തിലേക്ക് നീ എത്തിച്ചേരണം. അങ്ങനെ ആകുമ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോയിക്കോളും. സ്വർഗത്തിലേക്കുള്ള വഴി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ പാത, ചൊവ്വായ വഴി, ഏറ്റവും നേരെയായ വഴിയിലേ എനിക്ക് ജീവിക്കാൻ തൗഫീക്ക് നൽകണേ എന്ന് അള്ളാഹുവിനോട് പറയുന്നത് രോഗം ശിഫയാവാനും കൂടി കാരണമായി തീരും. അതിലൂടെ നല്ല ഈമാൻ കിട്ടും, നല്ല തഖ്വ കിട്ടും, നല്ല മുഖ്ലിസാകാൻ പറ്റും, നല്ല മുഅ്മിനാകാൻ പറ്റും. അതോടൊപ്പം രോഗം ശിഫയായി കിട്ടും. നമ്മളിപ്പം ഇതിനെ ആശ്രയിക്കുന്നത് രോഗം ശിഫയാവാനാണ്. അതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിഹയിലൂടെ രോഗം ശിഫയാവുമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് രാത്രി ആ ഒരു പ്രതീക്ഷയിൽ കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും രോഗം ശിഫയാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും.